ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ജീവിതമാകുന്ന യാത്രയിൽ ഈ വർഷവും പ്രാർത്ഥനയാകുന്ന വജ്രായുധം ധരിച്ച് ഒരിക്കൽ കൂടി നോമ്പ് നോൽക്കുവാൻ സാധിപ്പിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. അശുദ്ധിയുള്ളത് നമ്മെ വിട്ടൊഴിഞ്ഞ് ശുദ്ധിയുള്ളവരായി തീരുവാൻ ഈ നോമ്പ് മൂലം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഈ വേദഭാഗം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. 10 കന്യകമാരുടെ ഉപമയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗരാജ്യത്തെ എതിരേൽക്കുന്നതിനുള്ള മണവാട്ടികളെ പറ്റി ഇവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. സ്വർഗരാജ്യം എപ്പോഴും ഒരു ഒരുക്കത്തിന്റെ അനുഭവമാണ്. ഒരു മണവാട്ടി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നൊരു ദിവസം എന്ന് പറയുന്നത് വിവാഹ ദിവസമാണ്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഒരുങ്ങുന്ന 2 ദിവസങ്ങളുണ്ട്. ഒന്ന് വിവാഹ ദിവസവും 2 മരണ ദിവസവും. ഈ 2 ദിവസങ്ങളിലും മറ്റുള്ളവരാണ് നമ്മെ ഒരുക്കുന്നത്. ദൈവരാജ്യത്തിലെ മണവാട്ടികൾ എന്ന് പറയുമ്പോൾ സഭയാണ്. സഭയ്ക്കും ഇപ്രകാരമുള്ള ഒരുക്കം അനുനിമിഷം ആവശ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വലിയൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അനുതാപത്തിലൂടെയും ദൈവാശ്രയത്തിലൂടെയുമാണ് ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നതിന് മുഖാന്തരമായി തീരുന്നത്. എപ്പോഴും ഒരുക്കത്തിന് അതിപ്രധാനമായി മനസ്സിന്റെ രൂപാന്തരം എന്ന സംഗതിയായിരിക്കണം നമുക്ക് വേണ്ടത്. ഞാൻ ഭംഗിയുള്ള ആളായി തീരണം, ഞാൻ ആ ദിവസത്തിന് യോഗ്യനാണോ, ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവനാണോ, ഞാൻ അപ്രകാരമായി തീരുന്നതിന് എൻ്റെ സെൽഫ് എസ്റ്റീം വളർത്തുന്നതിനും എൻ്റെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും ഞാൻ പ്രാപിക്കേണ്ട ആ സ്ഥാനം എനിക്ക് ലഭിക്കുവാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിന്റെ അനുഭവം കൂടി ആണ്. 10 കന്യകമാരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ ഒരുങ്ങിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ ബുദ്ധിയില്ലാത്തവരും ഒരുങ്ങിയിരുന്നു. എന്നാൽ അവരുടെ ഒരുക്കം ശരിയായ നിലപാടുകൾ ഇല്ലാത്തതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ഒരുക്കത്തിന് നമ്മുടെ മനസ്സിനെ നമ്മൾ വ്യക്തമായി ശുദ്ധീകരിക്കണം. നമ്മുടെ പ്രവൃത്തിയെ നമ്മൾ ഒരുക്കണം. ഈ നോമ്പ് കാലം യേശു മണവാളിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിന്റെ കാലമായി നമുക്ക് തീരണം. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ നമ്മൾ കണ്ടെത്തണം. നമുക്ക് നല്ലൊരു ബോധമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല പുനഃപ്രതിഷ്ഠ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ പുനഃപ്രതിഷ്ഠ ഉണ്ടാകുവാനുള്ള ഒരു അനുതാപവും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവനോട് ക്ഷമിക്കുവാനും മറ്റുള്ളവനെ ഓർക്കുവാനും അതുപോലെ പലതും മറക്കേണ്ടത് മറക്കുവാനും വീണ്ടും സ്നേഹിക്കുവാനും ഉള്ള ഒരു ജീവിത അനുഭവം ഉണ്ടെങ്കിൽ ഈ നോമ്പ് ഒരു അനുഗ്രഹമായി തീരും. അതിലൂടെ ദൈവരാജ്യത്തിലെ മൂല്യങ്ങളിലേക്കും ദൈവരാജ്യത്തിലെ അനുഭവങ്ങളിലേക്കും നമുക്ക് വളരുവാൻ സാധിക്കും. എത്രയോ ആളുകളുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീൻ വാൽജീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വലിയ കള്ളനായിരുന്നു, ഒരു വലിയ മോഷ്ടാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല സ്ഥലങ്ങളിൽ പല രീതിയിൽ മോഷണങ്ങൾ നടത്തി ഒരിക്കൽ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അദ്ദേഹം ആ ജയിലിൽ കഴിയുന്ന നാളുകളിൽ അദ്ദേഹം വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. എന്നാൽ അയാൾ ജയിൽ മോചിതനായതിനു ശേഷം അയാൾക്ക് ഒരു പരിഗണനയും ആരിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അയാൾ പല സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു, പല രീതിയിൽ പലരോടൊപ്പം നിൽക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആരും തന്നെ അദ്ദേഹത്തെ കൂടെ നിർത്തിയില്ല. എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ബിഷപ്പിന്റെ അരമനയിൽ എത്തിച്ചേരാൻ സാധിച്ചു. അവിടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അതിഥി സൽക്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. നല്ല സ്നേഹപൂർണമായ ആ ബിഷപ്പിന്റെ, സൗഹൃദപൂർണമായ ആ ബിഷപ്പിന്റെ ആ പെരുമാറ്റം അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാക്കി. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ പഴയ കുറ്റവാളി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ബിഷപ്പിന്റെ അരമനയിൽ നിന്നും തിരിച്ച് യാത്രയായപ്പോൾ അവിടെ ഏറ്റവും വിലപിടിപ്പുണ്ടായിരുന്ന വെള്ളി സ്പൂണുകൾ, അയാൾ ആ വെള്ളി സ്പൂണുമായി പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ച് തന്നെ പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കാരണം അദ്ദേഹം ഒരു കുറ്റവാളി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ഒരു കളവ് സാധനമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അങ്ങനെ ഈ കുറ്റവാളിയുമായി ബിഷപ്പിന്റെ അരമനയിലേക്ക് എത്തിച്ചേരുമ്പോൾ പോലീസുകാർക്ക് ഈ ബിഷപ്പ് കൊടുത്ത മറുപടി നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന ഒരു മറുപടിയാണ്. ഈ ജീൻ വാൽജീന് ഞാൻ സമ്മാനമായി കൊടുത്ത വെള്ളി സ്പൂണുകളാണെന്നാണ് ഈ ബിഷപ്പ് ഈ പോലീസുകാരോട് മറുപടി പറഞ്ഞത്. ഈ മറുപടി കേട്ട് ഈ ജീൻ വാൽജീന് ഒരു വലിയ രൂപാന്തരം ഉണ്ടായി. നമ്മുടെ മറുപടി കാരണം അവർ ഓരോരുത്തരും ഇന്ന് കുറ്റവാളികളായി തീർന്നിരിക്കുന്നു.
ഇവിടെ ഈ ബിഷപ്പിന്റെ മറുപടി ഈ ജീൻ വാൽജീനെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്തു. തിരിഞ്ഞ് നമുക്കും ചിന്തിക്കാം, പലപ്പോഴും നമ്മളുടെ മറുപടികൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം, ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഒരുക്കം കർത്താവിനെ പ്രാപിക്കാനുള്ളതാണോ, അതോ വെറും വൃഥായായി തീരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം. അനുതാപ ഹൃദയത്തോടെ ദൈവത്തോടും മനുഷ്യനോടും നിരപ്പ് പ്രാപിക്കുന്നത് ഈ നോയമ്പിന്റെ ഒരു അനുഭവമായിരിക്കണം. ഇവിടെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നമുക്ക് ഓരോരുത്തർക്കും വിളക്കിൽ എണ്ണ നേടി, അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിൽ ശുദ്ധീകരണം ഉണ്ടായി നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിന്റെ സാക്ഷികളായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കാം. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. അർത്ഥപൂർണമായ ഒരു നോമ്പ് നമുക്ക് നോക്കാം. നല്ല സാക്ഷികളാകാം, നല്ല പ്രവർത്തകരാകാം, നല്ല വിശ്വാസികളാകാം. നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് മറ്റുള്ളവരുടെ വീഴ്ചയിൽ അവരെ ഉയർത്തുവാനും, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ബുദ്ധിയില്ലാത്തവരെ കൂടി ബുദ്ധിയുള്ളവരാക്കി തീർത്ത് കർത്താവിന്റെ സാക്ഷികളായി കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ചേർന്ന് അവരെ കൂടെ ഒരുക്കാം. ഈ വചനം നമ്മളുടെ ബലമായിരിക്കണം. ഈ നോമ്പ് ഒരു ശുദ്ധീകരണമായി തീരണം. ആകയാൽ നാളും നാഴികയും അറിയാതെ കൊണ്ട് നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ ബലപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും വളരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.